നമസ്കാരം. ഇന്ത്യയിൽ നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടികളാണ് ഓരോ ഇരയ്ക്കും ഈ സൈബർ തട്ടിപ്പിനിടയിൽ നഷ്ടമായിട്ടുള്ളത് എന്ന് രാജ്യത്തെ കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പോഴിതാ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ സൈബർ തട്ടിപ്പുകൾ, സൈബർ ഇടം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ തട്ടിപ്പ് നടത്തുന്ന ഒരു കുറ്റകൃത്യമാണ് സൈബർ തട്ടിപ്പ്. ഈ സൈബർ തട്ടിപ്പുകളുടെ മുഖ്യ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ പിടിയിലാണ് ഈ തട്ടിപ്പുകാരൻ പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള പോലീസ് ഈ രംഗ ബിശ്വ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ സൈബർ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്തത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. കൊൽക്കത്തയിൽ ഇയാളുടെ ഒരു വലിയ മാഫിയ സാമ്രാജ്യത്തിനുള്ളിൽ നിന്നാണ് കേരള പോലീസ് അതിസാഹസികമായി ഇയാളെ വലയിലാക്കുന്നത്. ഇത് സത്യത്തിൽ വാഴക്കാലയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടതാണ്. 4 കോടി രൂപയാണ് വാഴക്കാല സ്വദേശിനിയുടെ കയ്യിൽ നിന്നും ഇയാൾ തട്ടിയെടുത്തത്, ഇയാളുടെ സംഘം തട്ടിയെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് പ്രതി ഈ രംഗ ബിശ്വയാണ് എന്ന് കേരള പോലീസിന് പിടികിട്ടുന്നത്. പിന്നീട് കേരള പോലീസ് രംഗ ബിശ്വയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് ഇയാൾ ചെറിയ മീനല്ല, രാജ്യത്താകമാനം സൈബർ തട്ടിപ്പുകളുടെ ഒരു ഏകീകൃത സ്വഭാവമുണ്ട്, ഇതിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് രംഗ ബിശ്വാസ്. രാജ്യത്തിനാകെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഇത്തരത്തിൽ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. രംഗ ബിശ്വയ്ക്ക് പിന്നാലെ കേരള പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുകയായിരുന്നു. ഇയാളെ പിടികൂടാൻ വലിയ പ്രയാസമാണ്. കാരണം ഇയാൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ തട്ടിപ്പുകൾ നടത്തുന്നതുമെല്ലാം. ഒരേ സമയത്ത് തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള IP അഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ എവിടെയാണ് എന്ന് കണ്ടെത്തുക വലിയ പ്രയാസമായിരുന്നു. മാത്രമല്ല പലപ്പോഴും വിദേശത്തിരുന്നു കൊണ്ടും ഇയാൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കൊൽക്കത്തയിലുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നുള്ള കേരള പോലീസിൻ്റെ ഒരു പ്രത്യേക സൈബർ വിഭാഗം കൊൽക്കത്തയിലേക്ക് പോവുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ രംഗ ബിശ്വ. ഒരുപക്ഷെ ഭരണകക്ഷിയിലെ നിരവധി പ്രമുഖരുമായി ഇയാൾക്ക് ബന്ധമുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുക അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. മാത്രമല്ല ആയുധധാരികളായ കാവൽക്കാർ ഇയാൾക്ക് സ്വന്തം ഉണ്ട്. ഇങ്ങനെയുള്ള ഒരാളെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിൻ്റെ കയ്യിൽ നിന്ന് പോലും ഒരു ശാരീരികമായ ആക്രമണത്തിലൂടെ ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനുള്ള അനുയായികളും ഇയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഞൊടിയിടയിൽ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും റിലീസ് ഓർഡർ കൈപ്പറ്റി വിമാനത്തിൽ ആണ് ഈ കേരളത്തിൽ എത്തിച്ചത്. ഇന്ന് വൈകുന്നേരം 7:30 കൊച്ചിയിലേക്ക് ഇയാളെ എത്തിക്കുകയായിരുന്നു. തീർച്ചയായും ഈ രംഗ ബിശ്വയുടെ ചോദ്യം ചെയ്യൽ ഇനി വരും മണിക്കൂറുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാഴക്കാല സ്വദേശിനിയുടെ 4 കോടി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇയാളെ പിടിച്ചത് എങ്കിൽ പോലും നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടും നടക്കുന്ന വിവിധ സൈബർ തട്ടിപ്പുകൾ ഇയാൾക്ക് പങ്കുണ്ടാകാമെന്നും ഒരുപക്ഷെ കേരള പോലീസ് ഇനി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഒട്ടാകെ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സൈബർ തട്ടിപ്പിൻ്റെ വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാകും പുറത്തു വരിക എന്നും കേരള പോലീസ് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ അറസ്റ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു മാഫിയ തലവനെയാണ് കൊൽക്കത്തയിൽ പോയി കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കേരളത്തിലെത്തിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.